രൂക്ഷമായ വന്യമൃഗശല്യം മലയോര കർഷക കുടുംബങ്ങളെ കണ്ണീരിലാഴ്ത്തുകയാണ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടക്കാനത്ത് തോട്ടത്തിൽ വർഗീസിന്റെ കുടുംബം ഈ ദുരിത കണ്ണീരിന്റെ പ്രതീകമാണ്. വർഗീസ് മരണപ്പെട്ട് 2 മാസങ്ങൾ പിന്നിട്ടെങ്കിലും കാട്ടുപന്നികളെ നിയന്ത്രിക്കാനോ തുരുത്താനോ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. കാട്ടുപന്നി ശല്യം മൂലം കൃഷി നശിപ്പിക്കപ്പെട്ടപ്പോൾ എടക്കാനത്തെ തോട്ടത്തിൽ വർഗീസ് പിടിച്ചു നിൽക്കാനായാണ് പശു വളർത്തൽ ആരംഭിച്ചത്. ലോൺ എടുത്ത് പശു വളർത്തൽ ആരംഭിച്ചെങ്കിലും അവിടെയും വർഗീസിന് ദുരിതമായി കാട്ടുപന്നികളെത്തി പശുക്കളെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചു. കാട്ടുപന്നികൾ മൂലം വർഗീസിന് വലിയൊരു തുകയാണ് ചെലവഴിക്കേണ്ടി വന്നത്. എങ്കിലും കുടുംബം പോറ്റാനായി അവസാനം വരെ പോരാടാനുറച്ച വർഗീസിനെ പക്ഷെ കാട്ടുപന്നികൾ വെറുതെ വിട്ടില്ല. ആഗസ്റ്റ് മാസത്തിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വർഗീസ് കൊല്ലപ്പെടുകയായിരുന്നുവെന്ന് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മരണമടഞ്ഞ വർഗീസിന്റെ ഭാര്യ ത്രേസ്യാമ്മ പറയുന്നു. പന്നി കുത്തി ഉരുട്ടി കളഞ്ഞു, കൊടുത്ത തുണി പോലും ഇല്ലായിരുന്നു, പിച്ച് ചീന്തി കളയത്. പകലൊക്കെ ഇതിനു മുമ്പ് ഒന്നും പന്നിയോട് നമുക്കൊന്നും പേടിയില്ല. ഇപ്പം സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ പേടിയാണ്. മുറ്റത്ത് വരെ പന്നിയാണ്, മുറ്റത്ത് വരെ. മറ്റേ പകൽ ഇതിലൊക്കെ ഇവിടെ ഒരു കുളമുണ്ട്, അത് വെള്ളം കുടിക്കാൻ പകലൊക്കെ 10 12 ഇവിടെ നടക്കുന്നുണ്ട്. അന്നൊന്നും നമുക്കിങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല. ഇപ്പോൾ ആളാവായപ്പെട്ടപ്പോഴാണ് പേടി തോന്നുന്നത്. വരുമാനത്തിന് മാർഗം കന്നുകാലിയെ വളർത്തിയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനും ഇപ്പം പറ്റിയാലാണ്ടായി. ഇപ്പോൾ ഒരു പശു പ്രസവിക്കാനായിരുന്നതിനെ കുത്തി 2 തല അപ്പുറവും ഇപ്പുറവും ഓട്ടയാക്കി ഇപ്പോഴത് മുറിവ് കരിഞ്ഞു വരുന്നതേ ഉള്ളൂ. വർഗീസിന്റെ മരണത്തോടെ കുടുംബം കടക്കണിയിലായിരിക്കുകയാണ്. ലോൺ തിരിച്ചടയ്ക്കാനാവാത്ത അവസ്ഥയിലാണ്. പശുവിന്റെ ചികിത്സയ്ക്കായി നല്ലൊരു തുക ചെലവാക്കേണ്ടതായ ഒരവസ്ഥ വന്നുവെന്നും കാട്ടുപന്നിയുടെ ആക്രമണം വർദ്ധിച്ചു വന്നിരിക്കുകയാണെന്നും വർഗീസിന്റെ മകൻ ജോസഫ് പറയുന്നു. പേടിച്ചിട്ട് ഒരു മനുഷ്യനും പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഏത് സമയത്ത് എവിടെ നിന്നാണ് കാട്ടുപന്നി വരിക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വളരെ ദയനീയമായ അവസ്ഥയാണ്. ഞങ്ങളുടെ എല്ലാ ആദായങ്ങളും, ഞങ്ങളുടെ ഭക്ഷ്യയോഗ്യമായ വസ്തുവകൾ നശിപ്പിക്കുന്നു. ഞങ്ങളുടെ നാണ്യവിളകൾ നശിപ്പിക്കുന്നു. കുരങ്ങായിട്ടും കാട്ടുപോത്തായിട്ടും മാനായിട്ടും ഇവിടുന്ന് വന്നു പോകുന്നു. ഇതിൻ്റെ ഉത്തരവാദി ആരാണ്? കർഷകനാണോ? കർഷകൻ കൃഷി ചെയ്യുന്നതാണോ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം? വന്യജീവികൾ ഇങ്ങോട്ട് കറങ്ങി വന്ന് ഞങ്ങളുടെ കൃഷി നശിപ്പിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ സംഭവത്തിനു ശേഷം പ്രദേശവാസികൾക്ക് പകലിറങ്ങി നടക്കുവാൻ പോലും ഭയമായിരിക്കുകയാണെന്നും വന്യമൃഗശല്യത്തിനെതിരെ അധികാരികൾ നടപടികൾ എടുക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇപ്പോൾ പന്നീനെ പേടിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങാത്ത സാഹചര്യത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനെതിരെ പല പ്രാവശ്യം ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും നാട്ടുകാരോടും സംഘടിച്ച് നമ്മൾ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം കൂടി ഇവിടെ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുവാനുള്ള തീരുമാനത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട്. വളരെ ഒരു പ്രയാസത്തിലാണ് ഈ ജനങ്ങൾ ഇവിടെ നിൽക്കുന്നത്. കർഷകർ ഒരു ഭാഗത്ത് കുരങ്ങൻ്റെ ശല്യം, മറുഭാഗത്ത് പന്നീൻ്റെ ശല്യം. ഒരു കപ്പ പോലും അല്ല, ചേമ്പ് പോലും സ്വയം എൻ്റെ മുറ്റത്ത് തന്നെ ഒരു 2 പേരുടെ ചേമ്പ് മിഞ്ഞാന്ന് രാത്രി വന്ന് മൊത്തം പൊളിച്ച് കൊണ്ടുപോയ ഒരു സാധനം പോലും വീട്ടിൽ ഉള്ള ഒരു തേങ്ങ പോലും വീണിട്ട് ഒരു തേങ്ങ പോലും അരക്കാനുള്ളൊരു തേങ്ങ പോലും ഇപ്പോൾ ഈ അടക്കാനും പ്രതീക്ഷിച്ച് കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സാധനങ്ങളും ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഉണ്ടാക്കാൻ തിന്നാനും പറ്റാത്ത ഒരവസ്ഥയാണ്. ഭക്ഷണത്തിന് ഉണ്ടാകുന്ന സാധനം ഒന്ന് പന്നി നശിപ്പിക്കും എന്നിട്ട് ഒരു മാർഗ്ഗവും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക്. കാരണം കർഷകൻ്റെ അവൻ്റെ അധ്വാനം, അവൻ്റെ ചോര നീരും പറ്റി ഉള്ള അവസ്ഥയായുള്ളത്. ഇതിനൊന്നും ഇരിക്കുന്ന പന്നിക്ക് സമൂഹത്തിൽ ഭയങ്കര വിലയാണ്. അവരുടെ ജീവിതത്തിനും ബാക്കിയുള്ളതും ഫോറസ്റ്റ് കേസും നിയമ നടപടികളെല്ലാം അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യന് മാത്രം ഒരു വിലയുമില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇരിട്ടിയിലെ പല മേഖലകളിലും കാട്ടുപന്നികൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്ന പരാതിയും ശക്തമാണ്. മരച്ചീനി, ചേന, ചേമ്പ്, വാഴ തുടങ്ങിയ വിളകളും കന്നുകാലികൾക്കു വേണ്ടി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന CO3 പുല്ലുകൾ വരെയും വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വന്യമൃഗശല്യത്തിനെതിരെ തലശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ രൂപതയുടെ വിവിധ മേഖലകളിൽ ഉത്തര മലബാർ കർഷക പ്രക്ഷോഭം സംഘടിപ്പിച്ചു വരികയാണ്. നികുതി അടയ്ക്കുന്ന കർഷകരുടെ ഭൂമിയിൽ വന്യമൃഗങ്ങൾ അതിക്രമിച്ച് കയറി നാശമുണ്ടാക്കുന്നത് വനം വകുപ്പിന്റെ അനാസ്ഥ മൂലമാണെന്നും തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംപ്ലാനി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.